വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാലിനിയുടെ ഡ്രൈവർ രാമേട്ടനാണെങ്കിൽ അനുപല്ലവിയോട് ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാരദാമ്മ ഓട്ടോയിൽ ഇങ്ങനെ വരികയാണ്. എന്നിട്ട് ഓടി പൈസയൊക്കെ പെട്ടെന്ന് കൊടുത്തിട്ട് ഓടി അകത്തേക്ക് കയറുമ്പോൾ മോളെ എന്നും പറഞ്ഞ് വിളിക്കുകയാണ്. അന്നേരം ശാലിനിയും ഗോപാലകൃഷ്ണനും കൂടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം അമ്മ പേടിക്കണ്ട, ദേവേട്ടൻ സ്കൂളിലെത്തിയിട്ടുണ്ട്, പ്രിൻസിപ്പളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്ന് ഇവിടേക്ക് അന്വേഷിച്ച് വരില്ല എന്ന് പറയുകയാണ്. അന്നേരം അതല്ലല്ലോ മോളെ പ്രശ്നം, നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ എല്ലാ സജ്ജീകരണങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് കണ്ടുപിടിക്കും എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് നമ്മൾ ഇത്രയും നാളും പെറുക്കി വെച്ചത് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴാനായിട്ട് സമ്മതിക്കില്ല, ഒരു ജാഗ്രതയോടുകൂടി മുന്നോട്ട് നീങ്ങിയെന്നേ ഉള്ളൂ എന്ന് പറയുകയാണ്. തുടർന്ന് രാമേട്ടാന്ന് വിളിക്കുമ്പോൾ ആ ഡ്രൈവർ കാറിൻ്റെ അടുത്തുനിന്ന് ഓടി ശാലിനിയുടെ അടുത്തേക്ക് വരികയാണ്. അന്നേരം അനുപല്ലവി വേണ്ടതെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. സ്കൂളിൻ്റെ പരിസരത്തുള്ള CCTV ഫുട്ടേജ് എല്ലാം കൺട്രോൾ റൂമിൽ എത്തിച്ചിട്ടുണ്ട്. വിദഗ്ധ സംഘം തന്നെ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിവരമനുസരിച്ച് പറഞ്ഞതനുസരിച്ച് പുതിയ അന്വേഷണ സംഘം ഉടനെ എത്തും എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് പോയിട്ട് വരട്ടെ എന്നിങ്ങനെ ഗോപാലകൃഷ്ണനോട് ചോദിച്ചിട്ട് കാലത്തോട്ട് അനുഗ്രഹമൊക്കെ വാങ്ങുകയാണ്. അന്നേരം മക്കൾക്ക് വേണ്ടിയാകുമ്പോൾ, ദൗത്യം മക്കൾക്ക് വേണ്ടിയാകുമ്പോൾ ഒരമ്മയും തോറ്റ ചരിത്രമില്ല, മോള് പോയിട്ട് വാ എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ പറയുകയാണ്. തുടർന്ന് അമ്മയെന്നും പറഞ്ഞ് ശാരദാമ്മയുടെ കൈ ഇങ്ങനെ പിടിക്കുകയാണ്. തുടർന്ന് വണ്ടിയിൽ കയറി വണ്ടി സ്പീഡിനെടുത്ത് പോകുന്നുണ്ട്. പക്ഷേ ശാരദാമ്മയും ഗോപാലകൃഷ്ണനും ഒക്കെ ആകെ വിഷമിച്ചിരിക്കുകയാണ് കുഞ്ഞുങ്ങളെ കാണാത്തതില്ല. തുടർന്ന് ശാലിനി ഇങ്ങനെ DGP ഓഫീസിലേക്ക് സ്പീഡിന് കാറിൽ പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. വിഷ്ണുവും രോഹിത്തും ശ്യാമയും കൂടി വണ്ടിയിൽ പോകുന്ന കാണിക്കുകയാണ്. വിഷ്ണുവാണ് വണ്ടി ഓടിക്കുന്നത്. രോഹിത്ത് പറയുന്നുണ്ട് പെട്ടെന്ന് പോകും, പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പോകാം എന്നൊക്കെ പറയുകയാണ്. ഇതേസമയം ബസ്സിൽ പോകുന്ന സത്യയും പപ്പിയെയും കാണിക്കുന്നുണ്ട്. പപ്പിയാണെങ്കിൽ കൂടെ ഇങ്ങനെ പേടിച്ച ബേക്കിലിരിക്കുന്ന കാലുവയ്യാത്ത ആളിനെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതേസമയം കമ്മീഷണർ ഓഫീസിൽ CCTV ഫുട്ടേജ് ഒക്കെ അങ്ങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരം നഹാസ് പോലീസുകാരോടൊക്കെ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും തെളിവ് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരമൊന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ആ സ്ത്രീ ഇപ്പോൾ വരും, എന്തെങ്കിലും തെളിവ് കണ്ടുപിടിച്ചില്ലെങ്കിൽ പൊല്ലാപ്പാവും, അവരോട് എന്ത് പറയും എന്നൊക്കെ, ആരുടെ കുട്ടിയാണ് കാണാതായിരിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം കളക്ടർ മാഡത്തിൻ്റെ കുട്ടിയല്ലേ, ശാലിനി മാഡത്തോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാവുമെന്ന് പറയുകയാണ്. അന്നേരം വരുന്നത് ശാലിനി മാഡമല്ല, കടുവയാണ് വരുന്നത് എന്ന് പറയുകയാണ്. അന്നേരം ADGP ഒന്ന് ചോദിക്കുകയാണ്. അന്നേരം അതെ, അവരെന്തിനാ ഈ കേസിന് എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം പെൺകുട്ടികളോട് അവർക്ക് പ്രത്യേക ഒരു സ്നേഹമാണ്, പിന്നെ ഈ ശാലിനി മാഡവുമായിട്ട് എന്തോ ഒരു അടുത്ത ബന്ധമുണ്ട്, എന്തെങ്കിലും കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രീരഞ്ജിനി ഇങ്ങനെ വരികയാണ്. ശ്രീരഞ്ജിനെ കാണുമ്പോൾ എല്ലാവരും ഒന്ന് സല്യൂട്ട് ചെയ്യുന്നുണ്ട്. തുടർന്ന് എന്തെങ്കിലും തെളിവ് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മാഡം, എല്ലാ CCTV ഫുട്ടേജ് എല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ നഹാസ് പറയുമ്പോൾ ആവശ്യമില്ലാത്ത എന്ത് ശേഖരിച്ചു എന്നുള്ളതല്ല, ആവശ്യമുള്ള എന്തെങ്കിലും കിട്ടിയോ എന്നാണ് പറഞ്ഞിട്ട് ഈ TV ആ കമ്പ്യൂട്ടറിലേക്ക് മൊത്തം ശ്രീരഞ്ജിനി ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. പെട്ടെന്നാണ് സത്യയും പപ്പിയും കൂടി നടന്നു പോകുന്ന കാണുകയാണ്. പെട്ടെന്ന് സ്റ്റോപ്പിൻ്റെന്ന് പറയുമ്പോൾ അത് അവിടെ നിർത്തുന്നുണ്ട്. തുടർന്ന് അത് എവിടത്തെയാണെന്ന് ചോദിക്കുമ്പോൾ സ്കൂളിൻ്റെ പരിസരത്തുള്ളതാണെന്ന് പറയുകയാണ്. തുടർന്ന് അവിടെയുള്ളതെല്ലാം കളക്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. തുടർന്ന് അടുത്ത കമ്പ്യൂട്ടറിൽ ബസ് സ്റ്റോപ്പിനടുത്തുള്ള CCTV ഫുട്ടേജ് ഇങ്ങനെ കാണിക്കുകയാണ്. അന്നേരം ആ ബസ്സിൽ കുട്ടികൾ കയറുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. തുടർന്ന് സ്റ്റോപ്പ് ചെയ്ത ബസ് ഇങ്ങനെ സൂം ചെയ്യുകയാണ് അത് എവിടേക്ക് എന്നുള്ളത്. തുടർന്ന് മീൻപാറ എന്നിങ്ങനെ അവർ കണ്ടെത്തുന്നുണ്ട്. തുടർന്ന് ശ്രീരഞ്ജിനിയാണെങ്കിൽ കണ്ടക്ടറുടെ നമ്പരൊക്കെ ആരോടൊക്കെ സെൻഡ് ചെയ്യാനായിട്ട് വിളിച്ച് പറയുന്നുണ്ട്. ആ സമയത്താണ് ശാലിനിയും അനുപല്ലവിയും കൂടി ഓടി വരുന്നത്. അന്നേരം രഞ്ജിനി ചേച്ചി എന്നും പറഞ്ഞ് ശാലിനി ഓടി ചെന്ന് ശ്രീരഞ്ജിനിയുടെ കൈ പിടിക്കുകയാണ്. അന്നേരം പാനിക് ആകേണ്ട ആവശ്യമൊന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനിയും കരയുകയാണ്. അന്നേരം ജില്ലാ മജിസ്ട്രേറ്റാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് ഓർമ്മിക്കണം എന്നൊക്കെ പറഞ്ഞ് ശാലിനിക്ക് ധൈര്യം കൊടുക്കുകയാണ്. അന്നേരം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മീൻപാറയിലേക്കുള്ള ഒരു ബസ്സിൽ കുട്ടികൾ കയറിയതായിട്ട് അറിവുണ്ട്, CCTV കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ മീൻപാറ എന്നും പറഞ്ഞ് ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അന്നേരം അവിടേക്ക് എന്തിനാണ് പോയതെന്നും അറിയില്ല. പിന്നെ ഒരു ഹിൽ സ്റ്റേഷനാണ്, അവിടുത്തെ പേടിക്കേണ്ട ഒരു കാര്യം എന്നിങ്ങനെ പറയുമ്പോൾ അപ്പോൾ അവിടുത്തെ ഫോറസ്റ്റ് എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. അന്നേരം നരഭോജികളായ മൃഗങ്ങളും പിന്നെ ഹിംസജന്തുക്കളും ഒക്കെ ഉള്ള ഹിൽ സ്റ്റേഷനാണെന്നിങ്ങനെ പറയുമ്പോൾ കാടൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. തുടർന്ന് എനിക്ക് അവിടെ ഉടനെ എത്തണം എന്നിങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ, പോലീസിനെ വരെ അറിയിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇല്ല, എനിക്ക് എത്തിയേ പറ്റൂ എന്ന് പറഞ്ഞ് ശാലിനി ആകെ ബഹളവും കരച്ചിലും ഒക്കെയാണ്. അന്നേരം പോകാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്വേഷണ ചുമതല എനിക്കാണ്, പേടിക്കേണ്ടെന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്കറിയാം. പിന്നെ സത്യാമ്മയുടെ രണ്ടാമത് കാണാതായിരിക്കുന്ന കുട്ടി സത്യാമ്മയുടെ കൊച്ചുമകളാണ്, അറിയാമല്ലോ എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ എനിക്കറിയാമെന്ന് പറയുകയാണ്. തുടർന്ന് അന്വേഷണത്തിൻ്റെ പുരോഗതി അവരെ കൂടെ അറിയിക്കണം എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. തുടർന്ന് നഹാസിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് നഹാസ് ആണെന്ന് പറയുമ്പോൾ അനുപല്ലവിയോട് ബന്ധപ്പെട്ട ഫോൺ നമ്പരൊക്കെ കൊടുക്കാനായിട്ട് ശാലിനി പറയുന്നുണ്ട്. തുടർന്ന് അനുപല്ലവി വിഷ്ണുവിൻ്റെയും അവരുടെയൊക്കെ ഫോൺ നമ്പർ കൈമാറുകയാണ്. തുടർന്ന് ശാലിനിയോട് വീണ്ടും രഞ്ജിനി പറയുന്നുണ്ട് ഒറ്റയ്ക്കാണെന്ന് കരുതണ്ട, പോലീസ് ഫോഴ്സ് മുഴുവൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ധൈര്യമൊക്കെ കൊടുക്കുകയാണ്. തുടർന്ന് ശാലിനിയും അനുപല്ലവിയും കൂടി അവിടെ നിന്ന് മീൻപാറയിലേക്ക് പോകുന്നുണ്ട്.
ഇതേ സമയം ശാരദാമ്മയാണെങ്കിൽ ഗേറ്റിൻ്റെ അടുത്തേക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ആരെങ്കിലും വരുന്നോ, കുട്ടികളുമായിട്ട് വരുന്നോ എന്നുള്ളതൊക്കെ. അന്നേരം ഗോപാലകൃഷ്ണൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ശാരദയെന്ന് വിളിക്കുമ്പോൾ ഇല്ല, ആരും വിളിച്ചിട്ടില്ല, ആരും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ്. തന്ന മഴയും തണുപ്പൊക്കെ ഉണ്ട്, ഗോപാലേട്ടൻ പോയി കിടന്നോ, വാദത്തിൻ്റെ അസുഖം കൂടും എന്നിങ്ങനെ പറയുമ്പോൾ പ്രായമായാലും ഇങ്ങനെ തന്നെയാണെന്നും പറഞ്ഞ് ഗോപാലകൃഷ്ണൻ അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മയെ അകത്തേക്ക് കയറാണ്ട് തുടങ്ങുമ്പോൾ ശാന്തയാണെങ്കിൽ ഗേറ്റിൻ്റെ ഇവിടെ നിന്ന് ഓടി വിളിച്ചുകൊണ്ട് വരികയാണ്. ശാരദാമ്മയെന്നും പറഞ്ഞ് ഓടിക്കൊണ്ട് വരുന്നുണ്ട്. അന്നേരം എന്തെങ്കിലും അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ നിന്നോട് ആര് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, ശാലിനി മോൾ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ അവർ വരുന്നത് വരെ നിങ്ങൾ രണ്ടുപേരെയും നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞു, ഉച്ച കഴിഞ്ഞിന് ഹോട്ടലിൽ നിന്ന് വേണ്ട, വരുന്നവരോടും പോരുന്നവരോടും ഒക്കെ സമാധാനം പറഞ്ഞു മടുത്തു എന്ന് പറയുകയാണ്. അന്നേരം ഈ രണ്ട് പാഴ്ജന്മങ്ങളെ ആർക്ക് വേണം, കാലിന് പോലും വേണ്ടല്ലോ എന്നും പറഞ്ഞ് ശാരദാമ്മ സങ്കടപ്പെടുകയാണ്. ഞാൻ ഉച്ചയ്ക്കത്തേക്കുള്ളത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ശാന്തയാണെങ്കിൽ ആ മൊത്തത്തിൽ നനഞ്ഞങ്ങി ഇരിക്കുകയാണ്. മുഖത്തൊക്കെ വെള്ളമുണ്ട്, കാലിലൊക്കെ ചെളി, ചെരുപ്പിലൊക്കെ ചെളിയാണ്. അന്നേരം പിന്നെ മൊത്തം ചെളിയായി എന്ന് പറഞ്ഞിട്ട് ആ ചെരുപ്പ് അവിടെ ഊരിയിട്ടിട്ട് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ശാരദാമ്മ പെട്ടെന്ന് ശാന്തയെ മൊത്തത്തിലും ശ്രദ്ധിക്കുകയാണ്. അന്ന് ഭാനുമതി വന്ന അമ്മ വന്നതുപോലെയുള്ളൊരു ആണ് ശാരദാമ്മയ്ക്ക് ഇവിടെ തോന്നുന്നത്. ഭാനുമതി അമ്മ ചെരുപ്പിൽ മൊത്തം ചെളിയായിട്ട് അവിടെ ഊരിയിട്ടതൊക്കെ ഓർക്കുന്നുണ്ട്. അന്നേരം നീ ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്നിങ്ങനെ ശാരദാമ്മ പെട്ടെന്ന് ശാന്തയോട് ചോദിക്കുമ്പോൾ ശാരദാമ്മ ഈ ലോകത്തൊന്നും അല്ലേ, പുറത്ത് മുഴുവൻ ഉരുൾപൊട്ടലും പേമാരിയും ഒക്കെയാണെന്ന് പറയുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് ശാരദാമ്മയ്ക്ക് ഭാനുമതി അമ്മ വന്ന് നിൽക്കുന്നതും അന്ന് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ അങ്ങ് മനസ്സിലൂടെ ഓർക്കുകയാണ്. അന്നേരം ഭാനുമതി അമ്മ എന്നിങ്ങനെ പെട്ടെന്ന് ശാരദാമ്മ പറയുമ്പോൾ ഭാനുമതി അമ്മയോ എന്നിങ്ങനെ ശാന്ത ചോദിക്കുകയാണ്. അന്നേരം അതെ, അന്ന് അവർ വന്നതെന്ന് പറയുമ്പോൾ ശാരദാമ്മ വീണ്ടും സ്വപ്നാടനം തുടങ്ങിയോ ചോദിക്കുകയാണ്. അന്നേരം സ്വപ്നമൊന്നുമല്ല, അവർ വന്നത് ഇത് അറിയിക്കാൻ വേണ്ടി തന്നെയാണെന്ന് പറഞ്ഞിട്ട് അന്ന് അവർ വന്ന് പറഞ്ഞത് ഓർക്കുകയാണ്. ശാലിനിക്കും ശ്യാമയ്ക്കും ഓരോ കുഞ്ഞുങ്ങൾ വാഴില്ല, രണ്ടുപേർക്കും രണ്ടിൽ ഒരാൾക്കേ സന്താനഭാഗ്യം ശേഷിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ശാരദാമ്മ അങ്ങ് പൊട്ടിക്കരയുകയാണ്. അന്നേരം എന്താന്ന് ചോദിക്കുമ്പോൾ അന്ന് അവർ വന്നത് വെറുതെ അല്ല, ഇത് അറിയിക്കാൻ വേണ്ടി തന്നെയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരിൽ ഒരാളെ തിരിച്ചു വരികയുള്ളൂ, പോലീസോ പട്ടാളോ ആര് വന്നാലും രക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ശാരദാമ്മ അങ്ങ് പൊട്ടിക്കരയുകയാണ്. അന്നേരം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാ, എത്രയോ കുഞ്ഞുങ്ങളെ കാണാതാകുന്നുണ്ട്, അവരൊക്കെ തിരിച്ചു വരാറുണ്ട്, സമാധാനമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇല്ല, അതൊന്നും കഴിയില്ല എന്ന് പറഞ്ഞ് ശാരദാമ്മ കരയുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ശാരദാമ്മ ഓർക്കുന്നുണ്ട്, മല്ലീശ്വരം കോവിൽ അറിയില്ലേ, അവിടെയുണ്ട് എല്ലാത്തിനും പരിഹാരം എന്നിങ്ങനെ അവസാനം ഭാനുമതി അമ്മ പറഞ്ഞത് ഓർക്കുകയാണ്. പെട്ടെന്ന് ശാരദാമ്മ ഇങ്ങനെ ശാന്തയോട് പറയുകയാണ്, നമുക്കൊരു യാത്ര പോകണമെന്ന്. അന്നേരം എവിടേക്കാ എന്ന് ചോദിക്കുമ്പോൾ പറയാം എന്നിങ്ങനെ പറയുന്നുണ്ട്. പോലീസിനും പട്ടാളത്തിനും ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത ഒരു കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി അങ്ങനെ ഒരിടത്തേക്ക് നമുക്ക് പോകാം എന്നിങ്ങനെ ശാരദാമ്മ ശാന്തയോട് പറയുകയാണ്. നേരെ ഒരു അമ്പലവും ശ്രീകോവിലും കാടിൻ്റെ നടുവിലുള്ള ഒരു അമ്പലവും ഒക്കെയാണ് കാണിക്കുന്നത്. ഇതേസമയം ബസ്സിൽ പോകുന്ന വികലാംഗനാണെങ്കിൽ കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന കൈപ്പത്തി ഇങ്ങനെ വിടർത്തുകയാണ്. കയ്യിൽ ഉള്ളിലിരിക്കുന്ന സാധനം നോക്കുമ്പോഴേ അത് മാലയാണ്, ഒരു സ്വർണ്ണ മാലയാണ് കാണിക്കുന്നത്. നേരം ഇറങ്ങാനുണ്ടോ എന്നിങ്ങനെ കണ്ടക്ടർ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇയാൾ പറയുന്നുണ്ട്, ഇത് ഇവിടെ നിന്ന് കിട്ടിയതാണെന്നും പറഞ്ഞിട്ട് ആ മാല കണ്ടക്ടറെ ഏൽപ്പിക്കുകയാണ്. അന്നേരം ഇത് നിലത്ത് നിന്ന് കിട്ടിയതാണെന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അത് അയാൾ പപ്പിയുടെ കഴുത്തിൽ നിന്ന് മുരിയത് തന്നെ ആവണം. തുടർന്ന് ആരുടെയെങ്കിലും മാല പോയിട്ടുണ്ടോ എന്നിങ്ങനെ കണ്ടക്ടർ വിളിച്ച് ചോദിക്കുമ്പോൾ പപ്പി ഇങ്ങനെ കഴുത്തിൽ തപ്പുകയാണ്. അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ സത്യസന്ധനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ആ മാല തിരികെ കൊടുക്കുന്നത്. പിന്നെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാനായിരിക്കാം. ഈ കുഞ്ഞുങ്ങൾ ഇറങ്ങുമ്പോൾ കൂടെ അയാളും ഇറങ്ങും. അതിനുശേഷം പിന്നെ റീമേക്കിലാണെങ്കിൽ സുസ്മിതയാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ ഇനി സുസ്മിതയാണോ, അതിനു മുമ്പ് ശാലിനിയും ബാക്കിയുള്ളവരുമൊക്കെ എത്തുമോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. വരും എപ്പിസോഡുകളിൽ ശാലിനിയെ ഇനി കമലം കാണുന്ന സീനൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് മധുശ്രീയുമായിട്ടുള്ള വിവാഹ നിശ്ചയമൊക്കെ ഉറപ്പിക്കും. പക്ഷേ കമലം ശാലിനിയെ കാണും, അതുപോയി വിഷ്ണുവിൻ്റെ അടുത്ത് പറയും. അങ്ങനെയുള്ള എപ്പിസോഡുകളൊക്കെ ഇനി വരാനുണ്ട്. വിഷ്ണു ശാലിനിയും കാണുന്ന എപ്പിസോഡുകളൊക്കെ അടുക്കാറായി. ഇത്രയുമാണ് പുതിയ വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.